കാണുന്ന ക്രോഷീൻ്റെ ഒരു റെയിൻബോ കീച്ചെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. ക്രോഷി അറിയാത്തവർക്കും ക്രോഷി ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെയിൻബോ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു മിനിമം ഒരു 4 യാൺസ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് റെയിൻബോ കളറിൽ 7 കളേഴ്സ് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ 5 വെച്ച് ചെയ്യാം, 6 വെച്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. മിനിമം ഒരു 4 വേണം, എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ആദ്യം ഒരു 3.5 ഉള്ള ഹുക്ക് എടുത്തിട്ട് എനിക്ക് പിങ്ക് കളറിൽ യാൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചെയിൻ സ്റ്റിച്ചസ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു യാണിൽ ടോട്ടൽ 16 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഹുക്കിരിക്കുന്ന ചെയിൻ സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിലായിട്ട് നമ്മളിതാ ഓരോ സ്റ്റിച്ചിലും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സ്റ്റിച്ചിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് അത് അതിൻ്റെ എൻഡ് വരെ നമ്മൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു റെയിൻബോയിനുള്ള ഒരു കളർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ടോട്ടലി ഞാനിവിടെ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് 4 കളേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കളറാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ത്രെഡും, അതായത് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മളൊരു കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡിൽ 8 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മുടെ ഇതുപോലത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ നെക്സ്റ്റ് തൊട്ടടുത്ത് വരുന്ന അതിൻ്റെ തൊട്ട മുകളിൽ വരുന്നതിൽ നമ്മൾ 12 അതിൻ്റെ മുകളിൽ വരുന്നതിൽ 16 അതിൻ്റെ മുകളിൽ വരുന്നതിൽ 20 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാലാണ് അതിൻ്റെ ആ ഒരു വലിപ്പം കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ 4 ഡിഫറൻസ് വരുന്നതിന് പകരം നിങ്ങൾക്ക് 5 ഡിഫറൻസ് ഇട്ടിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ യാൺസും ഇതുപോലെ ഒന്ന് റെയിൻബോയുടെ ഷേപ്പിൽ നമ്മളിങ്ങനെ കർവ് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ വൈറ്റ് കളർ യാൺ എടുത്തിട്ട് ഇതുപോലെ 25 ചെയിൻ സ്റ്റിച്ചസ് മാത്രം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ക്ലൗഡായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗമ്മ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗമ്മ് യൂസ് ചെയ്യാം. ഫെവി ബോണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക, ആ ഒരു യെല്ലോയിഷ് കളർ വരും. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഫെവിക്വിക്കിൻ്റെ ഒരു വേറെ തന്നെ ഒരു ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റെയിൻബോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. സെൻറ്ററിൽ ഒരു ഹാങ്ങിങ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഗിൻ്റെ മുകളൊക്കെ ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.